നമസ്കാരം. രാമായണ പുണ്യം നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ അദ്വയനാദ്യനജനൗവ്യയനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം. രാമായണത്തിലെ ഗുരുശിഷ്യ ബന്ധം എക്കാലവും അനശ്വരമാണ്. രാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുപോയി സീതാ സ്വയംവരെ എത്തിക്കുന്ന ഭാഗമാണ് രാമായണത്തിൽ ഗുരുഭക്തിയും ശിഷ്യസ്നേഹവും വരച്ചു കാട്ടുന്ന ഭാഗങ്ങൾ. കൊട്ടാരത്തിൽ വളർന്ന രാജകുമാരന്മാർ വിശ്വാമിത്രൻ എന്ന ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വനത്തിലൂടെ ചരിക്കുന്നു. കുമാരന്മാർ ഗുരുശുശ്രൂഷ ചെയ്യുന്നു, ഗുരുവാക്യങ്ങൾക്ക് കാതോർക്കുന്നു, ഗുരുവിനെ അക്ഷരം പ്രതി അനുസരിക്കുന്നു. വിശ്വാമിത്രൻ രാജകുമാരന്മാർക്ക് ശിക്ഷണം നൽകുന്നു, ദിവ്യാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നു. ഈ രംഗം ആവിഷ്കരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ സർവോത്തമ ഭാവമായ ഗുരുശിഷ്യ ബന്ധത്തെയും രാമായണകാരൻ വരച്ചു കാട്ടുന്നു. ഇത്തരത്തിൽ ഭക്തി, വാത്സല്യം, പ്രണയം, കാരുണ്യം തുടങ്ങി നാനാഭാവങ്ങളിലൂടെ പ്രകടമാകുന്ന സ്നേഹമാണ് രാമായണത്തിൻ്റെ മതം. സർവ്വതിനും ആധാരമായ ദിവ്യത്വമാണ് വിശ്വമത ദർശനമാണത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. ഉപേക്ഷാ नो चेत् किं न हरसि भवध्यानविमुखां दुराशा भूयिष्ठां विधिलिपिमशक्तो यदि भवान् शिरस्तद्वैधात्रं न खलु सुवृत्तं पशुपते कथं वा निर्यत्नं കരനഖമുഖേനൈവ ലുളിതം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. അല്ലയോ ശ്രീ പരമേശ്വര, ഞാൻ ചെയ്തു പോയ അപരാധങ്ങൾ സകലതും നീ ക്ഷമിക്കേണ്ടതാണ്. കാരണം ഇത് ബന്ധുക്കളുടെ മാർഗമാണ്. ബന്ധുക്കൾ സ്നേഹിച്ചാൽ മാത്രം പോരാ, പരസ്പരം ഉപകാരങ്ങളും ചെയ്യണം. ഭഗവാനെ, എൻ്റെ എല്ലാ ദൗർഭാഗ്യങ്ങളും നീ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശിവാനന്ദ ലഹരിയിലെ 14-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 14-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പ്രഭുസ്ത്വം ദീനാനാം പരമബന്ധുഃ. പ്രഭുവായ ഈശ്വരനായ നീ ദീനന്മാരുടെ പരമബന്ധുവാണ്. തേഷാം പ്രമുഖ്യോഹം,
ഞാനാകട്ടെ ദീനന്മാരിൽ പ്രമുഖ്യനാണ്, പ്രധാനിയാണ്. കിമുത വക്തവ്യം, പറയേണ്ടതുണ്ടോ അനയോഹോ ബന്ധുത്വം, ഈ രണ്ടു പേരുടെയും ബന്ധുത്വം. അപ്പോൾ ഈ രണ്ടു പേരുടെയും ബന്ധുത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടു പേരുടെയും ബന്ധുത്വം. കാരണം ഒരാൾ ദീനന്മാരിൽ പ്രമുഖൻ, മറ്റേയാൾ ദീന രക്ഷകരിൽ പ്രമുഖൻ. അതുകൊണ്ട് നമ്മുടെ ബന്ധുത്വം സ്പഷ്ടമാണ്. അതുകൊണ്ട് എന്ത് വേണം? ത്വയൈവ ക്ഷന്തവ്യാഹ ശിവ മത അപരാധാശ്ച സകലാഹ. ഹേ ശിവ, അല്ലയോ പരമേശ്വര, എൻ്റെ അപരാധങ്ങളെ മുഴുവൻ നീ ക്ഷമിക്കേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ധാരാളം അപരാധങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപരാധം എന്ന് പറയുമ്പോൾ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോഴും നിഷിദ്ധം ചെയ്യുമ്പോഴും ആണ് അപരാധം ഉണ്ടാവുന്നത്. ചെയ്യരുത് എന്ന് വിലക്കപ്പെട്ടതിനെ ചെയ്യുമ്പോൾ, ചെയ്യണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടതിനെ ചെയ്യാതിരിക്കുമ്പോൾ രണ്ടും അപരാധത്തെ ഉണ്ടാക്കും. ഇവിടെ ഈ നിർദ്ദേശവും വിലക്കലും 2-3 തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ശാസ്ത്രങ്ങളാൽ, ആചാര്യന്മാരാൽ, സർവോപരി തൻ്റെ അന്ധകരണത്താൽ. തൻ്റെ മനസ്സാക്ഷി അരുതെന്ന് പറഞ്ഞത് ചെയ്യുമ്പോൾ അത് അപരാധമാവും. തൻ്റെ മനസ്സാക്ഷി തന്നെ ചെയ്യാൻ നിർദ്ദേശിച്ചത് ചെയ്യാതിരിക്കുമ്പോൾ അത് അപരാധമാവും. അവിടെ പ്രമാണങ്ങൾ വേദോഖിലോ ധർമ്മമൂലം സ്മൃതിശീലേച്ച തദ്വിതാം ആചാരശ്ചൈവ സാധൂനാം ആത്മനസ്തുഷ്ടിരേവച എന്നുള്ളതാണ്. വേദം, വേദജ്ഞന്മാരുടെ സ്മൃതികളും ആചരണങ്ങളും സജ്ജനങ്ങൾ ചെയ്ത് കാണിച്ചു തരുന്നത്, സർവോപരി തൻ്റെ ഉള്ളിന് ഹിതമായത്. ഇങ്ങനെയാണ് ധർമ്മപ്രമാണം നിരൂപണം ചെയ്യേണ്ടത്. പരുതെന്ന് ഉള്ളിൽ നിന്ന് വിലക്കിയത് ചെയ്താൽ അപരാധമാണ്. ചെയ്യാൻ ഉള്ളിൽ നിന്ന് നിർദ്ദേശിച്ച് ചെയ്തില്ലെങ്കിലും അപരാധമാണ്. ഇങ്ങനെ ധാരാളം അപരാധങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം സകലാഹ മത അപരാധാഹ, എൻ്റെ എല്ലാ അപരാധങ്ങളും ക്ഷന്തവ്യാഹ, ക്ഷമിക്കപ്പെടേണ്ടതാകുന്നു. എന്നിട്ട് എന്നെ രക്ഷിക്കണം. അതാണ് പറഞ്ഞത്, പ്രയത്നാത് കർത്തവ്യം മതവനം, അവനം രക്ഷിക്കുക. അപ്പോൾ എന്നെ രക്ഷിക്കുക എന്നുള്ളത് പ്രയത്നിച്ചും നീ ചെയ്യണം. ഇപ്പം ഈശ്വരന് പ്രയത്നം ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ഈശ്വരന് പ്രയത്നം ആവശ്യമില്ല. എങ്കിൽ തന്നെയും ധാരാളം അപരാധങ്ങൾ ചെയ്ത ഒരാളെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ഭഗവാന് പോലും പരിശ്രമിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പ്രയത്നാത് കർത്തവ്യം മതവനം, എന്നെ രക്ഷിക്കുക എന്നുള്ളത് പ്രയത്നിച്ചും നീ ചെയ്യണം. ഇതാണ് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ട്? ഇയം ബന്ധുസരണിഹി, ഇത് ബന്ധുസരണിയാണ്, ബന്ധുക്കളുടെ മാർഗമാണ്. ബന്ധുക്കൾ പരസ്പരം സഹകരിക്കണം. പരസ്പരം ഉപകാരം ചെയ്താലേ ബന്ധുക്കളുടെ വ്യവഹാരം ശരിയാവും. അപ്പോഴേ ബന്ധുക്കൾ എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പോൾ ആദ്യം ഭഗവാനുമായിട്ട് ബന്ധുത്വം തെളിയിച്ചു. എന്താ ബന്ധുത്വം? ഞാൻ ദീനന്മാരിൽ പ്രമുഖനാണ്, നീ ദീനരക്ഷകരിൽ പ്രമുഖനാണ്. അപ്പം നമ്മൾ തമ്മിൽ ബന്ധുത്വമുണ്ട്. ബന്ധുത്വം അനയോഹോ സിദ്ധം. ഈ രണ്ടു പേരും തമ്മിൽ ബന്ധുത്വം സിദ്ധമാക്കി. എന്നിട്ട് പറയുകയാണ്, ബന്ധുത്വത്തെ തിരിച്ചറിഞ്ഞ് നീ പ്രവർത്തിക്കണം. അതാണ് ബന്ധുസരണി. സരണി പറഞ്ഞാൽ മാർഗം. ബന്ധുക്കൾ അനുവർത്തിക്കേണ്ട മാർഗം ഇതാണ്. എന്താണ്? ഉപകാരം ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് പ്രയത്നിച്ചാണെങ്കിലും മതവനം ഇയം ഈ എന്നെ രക്ഷിക്കുക എന്നുള്ളത് നീ ചെയ്യണം. അല്ലെങ്കിൽ മതവനം ത്വയാ കർത്തവ്യമേവ പ്രയത്നാത്, എൻ്റെ അവനം, എൻ്റെ രക്ഷണം, അവരക്ഷണേന്നാണ് ധാതു. നീ ചെയ്യേണ്ടത് തന്നെയാണ്. ഇയം ബന്ധുസരണിഹി, ഇതാണ് ബന്ധുസരണി, ബന്ധുക്കളുടെ മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രക്ഷിക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അവിടെ രക്ഷിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആദ്യം ചെയ്തു കൂട്ടിയ അപരാധങ്ങളൊക്കെ ഇല്ലാതാക്കണം. അതൊന്നും എനിക്കിപ്പോൾ സാധിക്കില്ല. അപ്പോൾ എന്ത് വേണം? അതെല്ലാം നീ പുറത്തു തരണം. അതാണ് സകലാഹ മത അപരാധാഹ ക്ഷന്തവ്യാഹ. അവിടെ പ്രത്യേകം പേര് വിളിച്ചത് ശിവ എന്നാണ്. നീ മംഗളസ്വരൂപനാണല്ലോ. മംഗളസ്വരൂപനായ നിനക്ക് അപരാധങ്ങളെല്ലാം ഇല്ലാതാക്കാൻ കഴിയും. അത് നിന്നാൽ തന്നെ ചെയ്യപ്പെടേണ്ടതാണ്. അതാണ് ത്വയായേവ, നിന്നാൽ തന്നെ ചെയ്യപ്പെടേണ്ടതാണ്.
അപ്പോൾ അവിടെ ചോദിക്കുകയാണ്, എന്തിനാ ഞാനിത്ര കഷ്ടപ്പെട്ട് നിൻ്റെ അപരാധങ്ങളൊക്കെ ഇല്ലാതാക്കുന്നത്, അത് കഴിഞ്ഞ് നിന്നെ രക്ഷിക്കുന്നത് എന്തിനാ? അപ്പോഴാണ് മറുപടി പറഞ്ഞത്, ഇയം ബന്ധുസരണിഹി, ഇതാണ് ബന്ധുത്വത്തിൻ്റെ മാർഗം, ഉപകാരം ചെയ്യുക എന്നുള്ളത്. അത്ര സരസമായിട്ട്, വളരെ സരസമായിട്ട് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഷയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. തുടർന്ന് ഉപേക്ഷാനോ ചേന്ന ഹരസി ഭവധ്യാന വിമുഖാം ദുരാശാഭൂയിഷ്ഠാം വിധിലിപിമശക്തോ യദി ഭവാൻ ശിരസ്തദ്വൈധാത്രം നന ഖലു സുവൃത്തം പശുപതേ കഥം വാ നിര്യത്നം കരനഖമുഖേനൈവ ലുളിതം. കഴിഞ്ഞ ശ്ലോകത്തിൽ എൻ്റെ എല്ലാ ദുഷ്കർമ്മങ്ങളെയും അപരാധങ്ങളെയും ക്ഷമിച്ച് ഇല്ലാതാക്കാൻ പറഞ്ഞു, എന്നിട്ട് രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ഇവിടെ പറയുന്നത് എൻ്റെ ദുഷിച്ച എല്ലാ തലയിലെഴുത്തും മാറ്റിക്കളയണമെന്നാണ്. എൻ്റെ ദൗർഭാഗ്യം, എനിക്ക് ദോഷമായിട്ടുള്ള തലയിലെഴുത്ത് മുഴുവൻ നീ ഇല്ലാതാക്കി തരണം. ഇതാണ് പ്രാർത്ഥിക്കുന്നത്. അതിനൊക്കെ സാധിക്കും. ബ്രഹ്മാവ് എഴുതിയത്, തലയിൽ എഴുതിയത് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞേക്കരുത്. അതിന് നിനക്ക് സാധിക്കും. അതുകൊണ്ട് എൻ്റെ എല്ലാ ദൂഷിതങ്ങളായിരിക്കുന്ന യോഗങ്ങളെയും ഇല്ലാതാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. ഭവധ്യാന വിമുഖാം ദുരാശാഭൂയിഷ്ഠാം വിധിലിപിം ഭവാൻ ഹരസി കിംന ഉപേക്ഷാനോചേത്. ഉപേക്ഷാനോചേത്, ഉപേക്ഷയില്ലെങ്കിൽ, അതായത് എന്നെ രക്ഷിക്കുന്ന വിഷയത്തിൽ അങ്ങേക്ക് ഉപേക്ഷയില്ലെങ്കിൽ, തലയിലെഴുത്ത് എൻ്റെ വിധി എന്തുകൊണ്ടാണ് അങ്ങ് മാറ്റാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്നെ രക്ഷിക്കുന്നതിൽ അങ്ങേക്ക് ഉപേക്ഷ ഇല്ല എന്ന് വിചാരിക്കുക, എങ്കിൽ എൻ്റെ തലയിലെഴുത്ത് അങ്ങ് മാറ്റിത്തരണം. ഒരു ഭക്തൻ ഭഗവാന്റെ മുമ്പിൽ ഷഠിക്കുന്ന ഭാഷയിലാണ് ഈ ഒരു ശ്ലോകമുള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെ സുന്ദരമാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഇനി സനാതനധർമ്മം. ആത്മസംതൃപ്തി ഉള്ളിൽ നിന്നു മാത്രമേ നമുക്ക് ലഭിക്കൂ. അതിനാണ് അനുഷ്ഠാനങ്ങൾ വേണ്ടി വരുന്നത്. അതിലേക്കെത്താൻ തടസ്സം നിൽക്കുന്നത് മനസ്സിൽ ആഞ്ഞടിക്കുന്ന ചിന്താതരംഗമാണ്. അവയെ തടഞ്ഞ് മനസ്സിനെ മെരുക്കിയെടുത്താലേ ആത്മസംതൃപ്തി ലഭിക്കൂ എന്ന് വിവരിക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി. ഓം അമൃതേശ്വരിയെ നമഃ. ഓങ്കാരത്തിൻ്റെ മൂർത്തിരൂപങ്ങളാണ് എല്ലാവരും എന്നാണ് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കാറുള്ളത്. ഓങ്കാരം പൂർണ്ണതയുടെ വാക് രൂപമാകുന്നു. ഈശ്വരൻ്റെ ശബ്ദരൂപം, പ്രപഞ്ചത്തിൻ്റെ നാദം, താരാപഥങ്ങളുടെ സഞ്ചാരത്തിൻ്റെ നാദം, മഹാസമുദ്രത്തിൻ്റെ നാദം, കാറ്റിൻ്റെ നാദം. അതേ നാദം നമ്മുടെ ഉള്ളിലും സൂക്ഷ്മമായി സ്പന്ദിക്കുന്നുണ്ട്. ഓങ്കാരത്തിൽ നിന്നുമാണ് സൃഷ്ടി ഉദ്ഭവിച്ചത്. അങ്ങനെയാണ് ഋഷീശ്വരന്മാർ പറയുന്നത്. അവർ ആ സത്യത്തെ അനുഭവിച്ചറിഞ്ഞു. നിരാകാരമായ ബ്രഹ്മം സാകാരമായി ലോകമായി സ്ഥിതി ചെയ്യുന്നത് ഓങ്കാരത്തിലാണ്. ഓങ്കാരത്തിലേക്ക് തന്നെ ഈ മഹാസൃഷ്ടി വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്നതെല്ലാം ഓങ്കാരം പ്രതിനിധാനം ചെയ്യുന്ന മഹാസത്തയുടെ കൊച്ചു കൊച്ചു കണികകൾ മാത്രമാണ്. ഓങ്കാരത്തിൻ്റെ മൂർത്തിരൂപങ്ങളാണ് നാം ഓരോരുത്തരും. ഓങ്കാര ദിവ്യപ്പൊരുളെ അങ്ങനെയാണ് അമ്മ നമ്മെ സംബോധന ചെയ്യുന്നത്. അമ്മ പൂർണ്ണതയുടെ പൊരുളായി സകലരെയും കാണുന്നു. നമ്മുടെ തലത്തിൽ നാം ഓരോ വ്യക്തികളാണ്. വ്യക്തിഭാവത്തിൽ നാം ഓരോരുത്തരും വ്യത്യസ്തരാണ്, ഭിന്നരാണ്. പക്ഷേ അമ്മയ്ക്ക് നാം അമൃത സ്വരൂപങ്ങളാണ്. തന്നിൽ നിന്ന് ഭിന്നമല്ലാത്ത പൂർണ്ണത തന്നെയാണ്. അതുകൊണ്ടാണ് അമ്മ നമ്മെ ഓങ്കാര ദിവ്യ പൊരുളെ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വച്ഛന്തമായൊരിടമുണ്ട്. നമ്മുടെ
ആത്മജ്യോതിസിൻ്റെ സ്രോതസ്. തടാകത്തിൻ്റെ ജലോപരിതലം പോലെ അലകളില്ലാതെ സ്വസ്ഥമായി നിലകൊള്ളുന്ന ആത്മസരസ്. ആ സരസിൻ്റെ ജലത്തിൽ സ്നാനം ചെയ്ത് ആ ദിവ്യാനുഭൂതിയിൽ ആമഗ്നരായി നിർവൃതി അടയുക. അമ്മയുടെ ഓങ്കാര ദിവ്യപ്പൊരുളെ എന്ന കവിതയിൽ ആത്മസരോവര നീറ്റിൽ കുളിച്ചാത്മസംതൃപ്തി വരുത്തു, ശാശ്വതാനന്ദത്തിൻ ആദ്യം മനസ്സിനെ സ്വായത്തമാക്കാൻ ശ്രമിക്കൂ. ഇങ്ങനെ അമ്മ പറയുന്നു. അതായത് ആത്മസരോവര നീറ്റിൽ കുളിച്ച് ആത്മസംതൃപ്തി വരുത്തൂ. ആത്മസംതൃപ്തി ഉള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനാണ് അനുഷ്ഠാനങ്ങൾ വേണ്ടി വരുന്നത്. അങ്ങോട്ടെത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് മനസ്സിൽ ആഞ്ഞടിക്കുന്ന ചിന്താ തരംഗങ്ങളാണ്. അവയെ അടക്കുക, അങ്ങനെ മനസ്സിനെ മെരുക്കുക. അപ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്നത് നിത്യമായ ആനന്ദമായിരിക്കും. സുഖദുഃഖങ്ങൾ ലോകത്തിൻ്റെ തലത്തിലാണ്. ആത്മതലത്തിൽ ആനന്ദം മാത്രമാണുള്ളത്. അലകളും തിരകളും സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ മനസ്സിൻ്റെ ഉപരിതലത്തിൽ മാത്രമാണ് ചിന്തകളും അവ സൃഷ്ടിക്കുന്ന സംഘർഷങ്ങളും. സുഖദുഃഖാനുഭവങ്ങൾ അനുഭവിക്കുന്ന ആളുടെ മനോഭാവത്തിന് അനുസരിച്ച് അനുഭവങ്ങൾ മാറും. രണ്ടിനും അപ്പുറത്താണ് യഥാർത്ഥ ആനന്ദം. മനസ്സ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ അതേ മനസ്സുകൊണ്ട് ജീവിതത്തിലെ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ സാധിക്കും. അതിന് മനസ്സിൻ്റെ നിഗൂഢതകളെക്കുറിച്ചറിയണം. ചിന്താപ്രവാഹമാണ് മനസ്സ്. ഒരു ചിന്ത മനസ്സല്ല. ഒരു തുള്ളി സമുദ്രമല്ല. ഒരു വെള്ളത്തുള്ളി ഒഴുകില്ല. അനേകം ജലകണികകൾ ഒന്നിച്ചു ചേരുമ്പോൾ അത് ഒഴുകാൻ തുടങ്ങുന്നു. ആ പ്രവാഹം ഒരു മഹാനദിയായി പരിണമിക്കുന്നു. തത്കാലം പല പല ചിന്താ തരംഗങ്ങൾ പല പല ദിശയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കൊന്നിനും ശക്തിയില്ല. ഈ ചിന്താപ്രവാഹങ്ങളെ ഒരേ ദിശയിലേക്ക് തിരിച്ചുവിടാൻ അറിയുമെങ്കിൽ അത് അതിശക്തമായി തീരും. ഇപ്പോൾ ഒരു ചെറിയ ചാല് പോലെയായിരിക്കുന്ന മനസ്സ് അതോടെ ഒരു വലിയ മഹാനദി പോലെയാകുന്നു. അതിശക്തമായ ജലപ്രവാഹം കൊണ്ട് പടുകൂറ്റൻ ഡൈനമോകൾ പ്രവർത്തിപ്പിക്കാനാകും. അങ്ങനെ വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിച്ച് മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവും. ഇപ്രകാരം മനസ്സിൻ്റെ ചിന്തകളെ ഒരേ ദിശയിലേക്ക് നയിച്ചാൽ മനസ്സ് ഒരു വലിയ ശക്തി കേന്ദ്രമായി തീരും. അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്, മന്ത്രം ജപിക്കുന്നത്, ധ്യാനം പരിശീലിക്കുന്നത്. മനസ്സിനെ മരിക്കിയാൽ പിന്നെ അതിനെ നമ്മുടെ ആത്മസരോവരത്തിലേക്ക് അലിയിച്ചു കളയാൻ കഴിയുന്നു. അങ്ങനെ നമുക്ക് ഈശ്വരനിൽ ലയിക്കാൻ സാധിക്കും. അമ്മ പറയാറുണ്ട്, പ്രേമത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം അത്യന്തം സുന്ദരമായി അനുഭവപ്പെടും. ദിവ്യപ്രേമം സകലതിനും സൗന്ദര്യം പകരുന്നു. ഒരിക്കൽ ഒരു യോഗിക്ക് രാജാവ് ഒരു സ്വർണ്ണപാത്രം സമ്മാനിച്ചു. അതിൽ ഭംഗിയുള്ള മത്സ്യവുമുണ്ടായിരുന്നു. യോഗി പാത്രത്തിലേക്ക് നോക്കി, പിന്നെ മത്സ്യത്തെ നോക്കി. ആ മീനിൻ്റെ ദുരവസ്ഥ യോഗിയെ ദുഃഖിതനാക്കി. സ്വർണ്ണപാത്രത്തിലാണെങ്കിലും തടവിൽ അകപ്പെട്ടിരിക്കുന്നത് പോലെയാണ് മത്സ്യം. അദ്ദേഹം ആ പാത്രവും കയ്യിലേന്തി ഒരു തടാകക്കരയിലേക്ക് നടന്നു. മീനിനെ തടാകത്തിലേക്ക് തുറന്നു വിട്ടു. യോഗിക്ക് അത്യന്തം സന്തോഷമായി. ഇനിയും ആ മത്സ്യത്തിന് തടാകം മുഴുവനും സ്വന്തമാണല്ലോ. എന്തൊരു സ്വാതന്ത്ര്യം! വാസ്തവത്തിൽ അതിനവകാശപ്പെട്ട സ്ഥലമാണല്ലോ അത്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും കിളിക്ക് അത് തടവറയാണ്. മീനിനെ തടാകത്തിൽ നിക്ഷേപിച്ച യോഗി ചിന്തിച്ചു, ഇനിയും തനിക്കെന്തിനാണ് ഈ സ്വർണ്ണപാത്രം? അദ്ദേഹം അതും തടാകത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ മീനിൻ്റെ സുഖവിവരങ്ങൾ അറിയുവാൻ യോഗി തടാകക്കരയിലെത്തി. അദ്ദേഹം
അത്ഭുതസ്തബ്ധനായി. അതാ ആ മത്സ്യം വീണ്ടും സ്വർണ്ണപാത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അവൾക്കിതെന്ത് പറ്റി? എന്തിന് വീണ്ടും ആ സ്വർണ്ണപാത്രത്തിൽ കയറി കിടക്കുന്നു? ഇപ്പോൾ സ്വർണ്ണപാത്രം തടാകത്തിലാണ്, എന്നാൽ മത്സ്യം തടാകത്തിലല്ല. അവൾ ഇത്രയും കാലം ജീവിച്ചത് ആ കൊച്ചു പാത്രത്തിലാണ്. അത് അവളുടെ വീടാണ്. യോഗിയുടെ ദൃഷ്ടിയിൽ അത് കാരാഗ്രഹമാണ്. എന്നാൽ മത്സ്യത്തിൻ്റെ ദൃഷ്ടിയിലോ അത് സ്വർഗസമാനമായ തൻ്റെ സ്വന്തം വീടാണ്. വിശാലമായ പുതിയ സ്വാതന്ത്ര്യം അവളെ ഭയപ്പെടുത്തിയിരിക്കാം. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് കഥയിലെ മിനിനെ പോലെയാണ്. നമ്മൾ നമുക്കായി സ്വന്തം കാരാഗ്രഹങ്ങൾ തീർക്കുന്നു, അതിൽ സ്വയം തടവറയിലാക്കുന്നു. അങ്ങനെ നിത്യ സ്വാതന്ത്ര്യത്തിൻ്റെ അനശ്വരമായ ആനന്ദം നഷ്ടപ്പെടുന്നു. ഈ തടവറയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ ഈശ്വരൻ ഗുരുരൂപത്തിൽ അവതരിക്കുന്നു. അനശ്വരതയെ പ്രാപിക്കാൻ പ്രപഞ്ചശക്തിക്ക് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കുക. നമ്മിൽ പൂർണ്ണമായ സമർപ്പണഭാവം വളർന്ന് ദിവ്യതലങ്ങളിലേക്ക് എത്താനുള്ള അനുഗ്രഹത്തിനായി അമ്മയോട് പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. തൊഴുതുമടങ്ങും വൃശ്ചികപ്പുലക്കാറ്റേ, മൂക്കും പുഴയിൽ തൊഴുതുമടങ്ങും വൃശ്ചികപ്പുലക്കാറ്റേ, അമ്പലമുറ്റത്തിലഞ്ഞിയിൽ ഭക്തിതൻ ഗന്ധം നിറഞ്ഞെന്നോ പുഷ്പവർഷം പൊഴിയുന്നു. നരജന്മപാപങ്ങൾ നീക്കണേ ദേവി, ശ്രീമൂക്കും പുഴവാഴും ഭദ്രകാളി. നരജന്മപാപങ്ങൾ നീക്കണേ ദേവി, ശ്രീമൂക്കും പുഴവാഴും ഭദ്രകാളി. നിറപറ കൊടിമൂട്ടിലർപ്പിച്ചു നിൽക്കുന്നു, നേർവഴി കാട്ടണേ നാരായണി. മൂക്കറ്റം വെള്ളത്തിൽ ചുറ്റിക്കിടന്നൊരു മൂക്കുംപുഴ നട മുന്നിലെത്തി. മൂക്കറ്റം വെള്ളത്തിൽ ചുറ്റിക്കിടന്നൊരു മൂക്കുംപുഴ നട മുന്നിലെത്തി. തീർത്ഥജലത്തിൽ മുങ്ങിക്കുളിച്ചു ഞാൻ തീർത്ഥാടകയായി വന്നു. ശ്രീ മൂക്കുംപുഴ നട മുന്നിൽ നിന്നു. മൂക്കറ്റം വെള്ളത്തിൽ ചുറ്റിക്കിടന്നു